ഹലോ ഫ്രണ്ട്സ്, ഏപ്രിൽ മാസത്തെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് നമുക്കൊരു കഥയിലൂടെ മനസ്സിലോർപ്പിക്കാം. എനിക്ക് ഒഡീഷയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ 2ാമത്തെ വയസ്സിലാണ് അവന് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവൻ്റെ വീടിനടുത്തായിട്ട് 4 മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. 4 മൈനിങ് നടക്കുന്ന സ്ഥലങ്ങൾ അവൻ്റെ വീടിനടുത്തായിട്ടുണ്ട്. സോ ഇങ്ങനൊരു ബുദ്ധിമുട്ട് അവനുണ്ടായതുകൊണ്ട് അവൻ്റെ 5ാമത്തെ വയസ്സിൽ ഈ ഡിസീസിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവനെ ഫുൾ കടൽയാത്രകൾ, അതായത് മരീടൈം ഫുൾ കടൽയാത്രകൾ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ 6ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, അവനെ സ്പോർട്സിലും കൂടെ ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 5ാമത്തെയും 6ാമത്തെയും വയസ്സിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തതോടുകൂടി അവൻ്റെ 7ാമത്തെ വയസ്സിൽ എന്താണ്, അവൻ്റെ ഹെൽത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്കിനി ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാം. അപ്പോൾ ഹോമിയോപ്പതിയിലെ HO എന്ന് പറയുന്നത് 10 ഏപ്രിൽ 10 ഡിനോട്ട് ചെയ്യുന്നതാണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ഒരു ഡിസീസൊക്കെ ഉണ്ടായിട്ടും അവൻ പതുക്കെ എന്താണ് അവൻ്റെ ഒരു ഡിസീസിൽ നിന്ന് മാറി ഹോമിയോപ്പതി മരുന്നൊക്കെ കഴിച്ച് തുടങ്ങിയ സമയത്ത് അവൻ്റെ 11ാമത്തെ വയസ്സിൽ അവൻ്റെ അമ്മയ്ക്ക് പാർക്കിൻസൺ ഡിസീസ് വരികയാണ്. എന്താണ്, അവൻ്റെ അമ്മയ്ക്ക് പാർക്കിൻസൺ ഡിസീസ് 11ാമത്തെ വയസ്സിൽ വരികയാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എന്താണ്, ഏപ്രിൽ 13 എന്താണ് അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ബാഗൊക്കെ തൂക്കി അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയോ, പിറ്റേ ദിവസം ഏപ്രിൽ 14 വിഷു അല്ലേ. സോ വിഷു ആഘോഷിക്കാനായിട്ട് അവൻ എന്താണ് ഒരു അംബാസഡർ കാറിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഓക്കെ, ഇത്രയുമാണ് അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി എൻ്റെ കാര്യം പറയാം. എനിക്ക് എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഹീമോഫീലിയ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. എന്താണ്, എൻ്റെ 17ാമത്തെ വയസ്സിൽ എനിക്ക് ഹീമോഫീലിയ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇത് ഹെറിറ്റേജ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതിൻ്റെ കൂടെ എന്താണ് 19ാമത്തെ വയസ്സിൽ എൻ്റെ ലിവറും കൂടെ അടിച്ചു പോവുകയാണ്. 19ാമത്തെ വയസ്സിൽ എൻ്റെ ലിവറും കൂടി അടിച്ചു പോയി. സോ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ സിവിൽ സർവീസ് ഞാൻ നേടിയെടുത്തു. എന്താണ്, 21ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സിവിൽ സർവീസ് നേടിയെടുത്തു. എന്തിനാണ് ഈ സിവിൽ സർവീസ് ഞാൻ നേടിയെടുത്തതെന്നറിയോ, എനിക്ക് എർത്തിനെയൊക്കെ സംരക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് നേടിയെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 23 ദിവസത്തെ ഒരു കോഴ്സിന് ചേർന്നു, ഇംഗ്ലീഷ് പഠിക്കാനുള്ള. അപ്പോൾ 23 ദിവസം കൊണ്ട് ഞാൻ എന്താണ് എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ എന്താണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. അതോടുകൂടി എന്താണ് എനിക്ക് കുറച്ച് സേഫായി, എൻ്റെ വർക്ക് പ്ലേസിൽ എന്താണ് ഞാൻ കുറച്ചുകൂടി സേഫ്റ്റിയായി, കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട്. സോ ഇത്രയുമാണ് എൻ്റെയും അവൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവൻ വരുവാണല്ലോ വിഷു ആഘോഷിക്കാനായിട്ട്. ഏപ്രിൽ 14 വിഷു ആഘോഷിക്കാൻ അവൻ അംബാസഡർക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വരുവാണല്ലോ. സോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഒരു 29 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ ഞാൻ എന്താണ് അവനെ വിടത്തുള്ളൂ. സോ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് എന്താണ് നന്നായിട്ട് ആഘോഷിച്ച് ഒരു 29 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ അവനെ വിടത്തുള്ളൂ. സോ ഇതാണ് ആ ഒരു കഥ. അപ്പോൾ കഴിഞ്ഞില്ല, ഏപ്രിൽ മാസത്തിലെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സും തീംസും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2024 2025 മുഴുവൻ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആൻഡ് തീംസിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലുണ്ട്. സോ